Hi students, നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ യൂണിറ്റ് സ്റ്റെപ്പ് ഫങ്ഷൻസ് ആൻഡ് പ്രോബ്ലംസ് ആണ് പഠിച്ചത്. അവിടെ നമ്മൾ യൂണിറ്റ് സ്റ്റെപ്പ് ഫങ്ഷൻ യൂസ് ചെയ്ത് എന്ത് ഫൈൻഡ് ചെയ്യാൻ, ഇൻവേഴ്സ് ഫൈൻഡ് ചെയ്യാനാണ് പഠിച്ചത്. ഇനി നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫംഗ്ഷൻ തരും, ആ ഫംഗ്ഷനെ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ യൂസ് ചെയ്ത് റെപ്രസെൻ്റ് ചെയ്തിട്ട് ലാപ്ലാസ് ട്രാൻസ്ഫോം ഫൈൻഡ് ചെയ്യാൻ. യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ്റെ ഇക്വേഷനൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. എന്തായിരുന്നു? യു ഓഫ് ടി മൈനസ് എ ഈക്വൽ ടു 0 ഇഫ് ടി ലെസ് ദാൻ എ, 1 ഇഫ് ടി ഗ്രേറ്റർ ദാൻ എ. ആൻഡ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് യു ഓഫ് ടി മൈനസ് എ എന്താ? ഇ റേസ് ടു മൈനസ് എ എസ് ബൈ എസ്. ഷിഫ്റ്റഡ് ഫംഗ്ഷൻ ആണെങ്കിൽ എൽ ഓഫ് എഫ് ഓഫ് ടി മൈനസ് എ യു ഓഫ് ടി മൈനസ് എ ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് എ എസ് ഇൻറ്റു എഫ് ഓഫ് എസ്. നമ്മളിനി ഇത് യൂസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ആണ് ചെയ്യാൻ പോകുന്നത്. എൽ ഓഫ് എഫ് ഓഫ് ടി മൈനസ് എ ഇൻറ്റു യു ഓഫ് ടി മൈനസ് എ ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് എ ഇൻറ്റു എഫ് ഓഫ് എസ്. Okay, first represent the following functions using unit step function and find its derivative. First question, t minus 3 t greater than 3. അപ്പോൾ നമുക്ക് അതിനെ എന്ത് യൂസ് ചെയ്ത് റെപ്രസെൻ്റ് ചെയ്യണം? യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ യൂസ് ചെയ്ത് റെപ്രസെൻ്റ് ചെയ്യണം. അപ്പോൾ t മൈനസ് 3 t ഗ്രേറ്റർ ദാൻ 3 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താ? ടിയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ 3 ആകുമ്പോഴേ ഫംഗ്ഷൻ വാല്യൂ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ എഫ് ഓഫ് ടി എന്ന് പറയുന്നത് ടി മൈനസ് 3 ഇൻറ്റു യു ഓഫ് ടി മൈനസ് 3. ഇതാണ് അതിൻ്റെ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ യൂസ് ചെയ്ത് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ടി മൈനസ് 3 ഇൻറ്റു യു ഓഫ് ടി മൈനസ് 3. എന്താ യു ഓഫ് ടി മൈനസ് 3 എന്ന് പറയുന്നത്? യു ഓഫ് ടി മൈനസ് 3 ഈസ് 0 if t less than 3 and 1 if t greater than 3. യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ യൂസ് ചെയ്ത് യു ഓഫ് ടി മൈനസ് 3 ഈക്വൽ ടു 0 if t less than 3 and 1 if t greater than 3. അപ്പോൾ നിങ്ങളൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാൽ മതി. ടി മൈനസ് 3 ഇൻറ്റു ദിസ് എടുക്കുമ്പോൾ ടി മൈനസ് 3 ഇൻറ്റു 0 ആവും. ടി ലെസ് ദാൻ 3ക്ക് ടി മൈനസ് 3 ഇൻറ്റു 1 ടി മൈനസ് 3 ആവും. ടി ഗ്രേറ്റർ ദാൻ 1. അപ്പം എഫ് ഓഫ് ടി എന്ന് പറയുന്നത് നിങ്ങളോട് ഒരു ഫംഗ്ഷന് യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ യൂസ് ചെയ്ത് റെപ്രസെൻ്റ് ചെയ്യാൻ പറഞ്ഞാൽ എന്ത് എഴുതണം? ആ ഫംഗ്ഷൻ ടി മൈനസ് 3 ഇൻറ്റു ഇവിടെ എന്താണോ ഗ്രേറ്റർ ദാൻ 3 അങ്ങനെ തന്നിരിക്കുകയാണെങ്കിൽ യു ഓഫ് ടി മൈനസ് 3. ഇനി നമുക്ക് എന്ത് വേണം? ഇതിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം ഫൈൻഡ് ചെയ്യണം. ദെൻ എൽ ഓഫ് എഫ് ഓഫ് ടി ഈക്വൽ ടു എന്താ? എൽ ഓഫ് ടി മൈനസ് 3 ഇൻറ്റു യു ഓഫ് ടി മൈനസ് 3. എന്താ ലാപ്ലാസ് ഓഫ് എഫ് ഓഫ് ടി മൈനസ് എ യു ഓഫ് ടി മൈനസ് എ എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു മൈനസ് എ എസ് ഇൻറ്റു എഫ് ഓഫ് എസ്. അപ്പോൾ ഇവിടെ എന്ത് വരും? ഇ റേസ് ടു മൈനസ് എ എന്ന് പറയുന്ന ടി മൈനസ് 3 എന്ന് പറഞ്ഞിരിക്കുന്ന ആ 3 ആണ് ആര്? എ. അപ്പം ഇ റേസ് ടു മൈനസ് 3s ഇൻറ്റു എൽ ഓഫ് ഈ 3 എ അങ്ങ് മാറ്റണം. അപ്പോൾ എന്ത് വരും? ടി. എൽ ഓഫ് ടി. അപ്പം ഇ റേസ് ടു മൈനസ് 3s ഇൻറ്റു എൽ ഓഫ് ടി ദാറ്റ് ഈസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് 3s ഇൻറ്റു എൽ ഓഫ് ടി എന്ന് പറഞ്ഞാൽ എന്ത് വരും? 1/s². ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇ റേസ് ടു മൈനസ് ടി 0 ലെസ് ദാൻ ടി ലെസ് ദാൻ ബൈ. അപ്പോൾ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ യൂസ് ചെയ്ത് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യാൻ പോവാണ്. ഇവിടെ അപ്പർ ലിമിറ്റും ഉണ്ട് ലോവർ ലിമിറ്റും ഉണ്ട്. അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റുള്ള ഫംഗ്ഷൻ ആണെങ്കിൽ എഫ് ഓഫ് ടി ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് ടി ഇൻറ്റു ലോവർ ലിമിറ്റിൻ്റെ സ്റ്റെപ്പ് ഫംഗ്ഷൻ മൈനസ് അപ്പർ ലിമിറ്റിൻ്റെ സ്റ്റെപ്പ് ഫംഗ്ഷൻ. അപ്പോൾ ഇ റേസ് ടു മൈനസ് ടി ഇൻറ്റു യു ഓഫ് ടി മൈനസ് 0 മൈനസ് യു ഓഫ് ടി മൈനസ് പൈ. യു ഓഫ് ടി മൈനസ് 0 എന്ന് പറഞ്ഞാൽ യു ഓഫ് ടി ആണ്. യു ഓഫ് ടി ഈസ് ഈക്വൽ ടു 1 ആണ്. അപ്പോൾ എന്ത് കിട്ടും? ഇ ഓഫ് ടി റേസ് ടു മൈനസ് ടി ഇൻറ്റു 1 മൈനസ് യു ഓഫ് ടി മൈനസ് പൈ. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പം ഇ റേസ് ടു മൈനസ് ടി മൈനസ് ഇ റേസ് ടു മൈനസ് ടി ഇൻറ്റു യു ഓഫ് ടി മൈനസ് പൈ. ഓക്കെ, അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ രണ്ടിൻ്റെ സ്റ്റെപ്പ് ഫംഗ്ഷൻസ് എടുത്ത് സബ്സ്ട്രാക്ട് ചെയ്താൽ മതിയേ. ഇനി എൽ ഓഫ് എഫ് ഓഫ് ടി എടുക്കുന്നു. അപ്പോൾ എൽ ഓഫ് എഫ് ഓഫ് ടി ഈക്വൽ ടു എൽ ഓഫ് ഇ റേസ് ടു മൈനസ് ടി മൈനസ് എൽ ഓഫ് ഇ റേസ് ടു മൈനസ് ടി ഇൻറ്റു യു ഓഫ് ടി മൈനസ് പൈ. ഓക്കെ, എൽ ഓഫ് ഇ റേസ് ടു മൈനസ് ടി എന്താണെന്നറിയാം? 1/s+1 ആയിരിക്കും. ഇവിടെ എന്താ വന്നിരിക്കുന്നത്? ഓക്കെ, ഇ റേസ് ടു മൈനസ് ടി യു ഓഫ് ടി മൈനസ് പൈ എന്നാണ്. നമുക്ക് എഫ് ഓഫ് ടി മൈനസ് എ യു ഓഫ് ടി മൈനസ് എ ആണെങ്കിൽ ഈ റിസൾട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുക. യു ഓഫ് ടി മൈനസ് എ എന്നുണ്ടെങ്കിൽ ആ ഫംഗ്ഷനിലും എന്ത് വേണം? മൈനസ് എ വരണം. അപ്പോൾ ഇവിടെ ആരാ ഉള്ളത്? യു ഓഫ് ടി മൈനസ് പൈ എന്നാണ് ഉള്ളത്. അപ്പോൾ എന്ത് വരണം? ഇവിടെയും ഇ റേസ് ടു മൈനസ് ടി മൈനസ് പൈ എന്ന് വരണം. നമ്മളിവിടെ മൈനസ് ഓഫ് ബ്രാക്കറ്റ് ഇട്ടിട്ട് ടി മൈനസ് പൈ. ഇവിടെ ടി മൈനസ് പൈ വന്നേ. ഇപ്പം ഇവിടെ ടി മൈനസ് പൈ ഉണ്ടെങ്കിൽ ഇതെന്ത് ചെയ്യണം? ഇത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പം ഒരു പ്ലസ് പൈ ആവും. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം? ഒരു മൈനസ് പൈ കൊടുക്കുകയും വേണം. അപ്പം ഇ റേസ് ടു മൈനസ് ഓഫ് ടി മൈനസ് പൈ ഇൻറ്റു യു ഓഫ് ടി മൈനസ് പൈ. അതായത് യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ യു ഓഫ് ടി മൈനസ് എ ആണെങ്കിൽ നമ്മൾ എടുക്കുന്ന ഫംഗ്ഷനും ടി മൈനസ് എ എന്ന് വരണം. ഇവിടെ ടി മൈനസ് പൈ ആയതുകൊണ്ട് ഇവിടെയും ടി മൈനസ് പൈ എടുത്ത് ടി മൈനസ് പൈ എടുക്കുമ്പോൾ ഒരു മൈനസ് ഔട്ട്സ് എടുക്കണം. അപ്പോൾ ഈ മൈനസും കൂടെ പ്ലസ് ആവും. അപ്പോൾ ഇവിടെ എന്ത് കൊടുക്കണം? ഒരു മൈനസ് കൊടുക്കണം. 1/s+π ഇൻറ്റു ഇ റേസ് ടു 1/s+π മൈനസ് ഇവിടുന്ന് ഇതിനകത്ത് ഇ റേസ് ടു മൈനസ് ഓഫ് ടി മൈനസ് പൈ പോയി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് ഒരു ഇ റേസ് ടു മൈനസ് പൈ ഉണ്ട്. അതിങ്ങനെ ഔട്ട് സൈഡ് എടുത്ത് ഇ റേസ് ടു മൈനസ് പൈ ഇൻറ്റു എൽ ഓഫ് ഇ റേസ് ടു മൈനസ് ഓഫ് ടി മൈനസ് പൈ ഇൻറ്റു യു ഓഫ് ടി മൈനസ് പൈ ദാറ്റ് ഈസ് ഈക്വൽ ടു 1/s+π ഇൻറ്റു ഇ റേസ് ടു മൈനസ് പൈ ഔട്ട് സൈഡ്. ഇനി ഇതിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം
എന്ത് വരും എൽ ഓഫ് എഫ് ഓഫ് ടി മൈനസ് യു ഓഫ് ടി മൈനസ് എന്താണ് എന്ത് വരും ഇ റേസ് ടു മൈനസ് എ എസ്. അപ്പം ഇ റേസ് ടു മൈനസ് ഇയർ എ ഈസ് പൈ, ഇ റേസ് ടു മൈനസ് പൈ എസ് ഇൻറ്റു എൽ ഓഫ് എഫ് ഓഫ് ടി എന്ന് പറയുന്നത് ഇതെല്ലാം പോകുമ്പോൾ ഇവിടെ ആര് മാത്രമേ ഉള്ളൂ, പൈ ഒക്കെ മാറ്റി കഴിഞ്ഞാൽ പിന്നെ ആരേ ഉള്ളൂ ഇ റേസ് ടു മൈനസ് ടി. അപ്പോൾ എന്ത് വരും അതിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം എന്താവും 1/s+1. അപ്പോൾ 1/s+1 മൈനസ് ഇ റേസ് ടു മൈനസ് പൈ എസ് ഇൻറ്റു 1/s+1. s+1 സെയിം ഡിനോമിനേറ്റർ, അപ്പം 1 മൈനസ് ഇ റേസ് ടു മൈനസ് പൈ ഔട്ട് സൈഡ് മൈനസ് പൈ ഓഫ് s+1/s+1. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ cos 2t 0 ലെസ് ദാൻ t ലെസ് ദാൻ പൈ. അപ്പോൾ എഫ് ഓഫ് ടി ഈക്വൽ ടു എന്തെന്ന് എഴുതാം, cos 2t ഇൻറ്റു ലോവർ ലിമിറ്റ് u ഓഫ് ടി 0 മൈനസ് u ഓഫ് t മൈനസ് പൈ ദാറ്റ് ഇസ് ഈക്വൽ ടു u ഓഫ് ടി മൈനസ് 0 1 ആവും, u ഓഫ് ടി മൈനസ് പൈ എന്താവും u ഓഫ് ടി മൈനസ് പൈ. അപ്പം cos 2t ഇൻറ്റു 1 മൈനസ് u ഓഫ് ടി മൈനസ് പൈ ദാറ്റ് ഇസ് ഈക്വൽ ടു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ cos 2t മൈനസ് cos 2t ഇൻറ്റു u ഓഫ് ടി മൈനസ് പൈ. ഓക്കെ, ഇതിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം എടുക്കുന്ന എൽ ഓഫ് എഫ് ഓഫ് ടി ഈക്വൽ ടു എൽ ഓഫ് cos 2t മൈനസ് എൽ ഓഫ് cos 2t ഇൻറ്റു u ഓഫ് ടി മൈനസ് പൈ. എൽ ഓഫ് cos 2t അറിയാം s/s² പ്ലസ് a² വരും. ഇവിടെ എന്ത് വരും cos 2t u ഓഫ് ടി മൈനസ് പൈ, ഇവിടെ ടി മൈനസ് പൈ എന്നുണ്ട്, അപ്പോൾ ഇവിടെ എന്ത് വരണം ഒരു മൈനസ് പൈ വരണം. അപ്പം 2 ഇൻറ്റു ടി മൈനസ് പൈ പ്ലസ് പൈ വരുന്നു. അപ്പോൾ ഇവിടെ എന്താവും cos 2 ഇൻറ്റു ടി മൈനസ് പൈ പ്ലസ് 2π എന്നാവും. cos ഓഫ് 2π പ്ലസ് തീറ്റ cos തീറ്റ. അങ്ങനെയാണെങ്കിൽ ഇത് എന്ത് വരും എൽ ഓഫ് cos ഓഫ് ഈ എന്താ 2 ഇൻറ്റു ടി മൈനസ് പൈ ഇൻറ്റു യു ഓഫ് ടി മൈനസ് പൈ. ഓക്കെ, ഇത് മനസ്സിലായോ, cos ഓഫ് 2 ഇൻറ്റു ടി മൈനസ് പൈ പ്ലസ് പൈ എന്ന് പറഞ്ഞാൽ cos ഓഫ് 2π പ്ലസ് തീറ്റ. ഇവിടെ തീറ്റ ആയിട്ട് നമ്മൾ 2t മൈനസ് പൈ എടുക്കുന്ന, അപ്പോൾ എന്താവും cos തീറ്റ. അപ്പോൾ എന്ത് വരും cos ഓഫ് 2 ഇൻറ്റു ടി മൈനസ് പൈ ഇൻറ്റു യു ഓഫ് ടി മൈനസ് പൈ. ഓക്കെ, ഇനി ഇതിൻ്റെ ലാപ്ലാസ് എഴുതാലോ, എന്ത് വരും ഇ റേസ് ടു മൈനസ് എ എസ്, ഹിയർ എ എസ് പൈ ഇ റേസ് ടു മൈനസ് പൈ എസ് ഇൻറ്റു എൽ ഓഫ് കോസ്, ഇത് പോയി കഴിഞ്ഞാൽ പിന്നെ ആര് വരും cos 2t, എൽ ഓഫ് cos 2t ദാറ്റ് ഇസ് ഈക്വൽ ടു s/s² മൈനസ് പൈ സ്ക്വയർ 4 പ്ലസ് 4 മൈനസ് ഇ റേസ് ടു മൈനസ് പൈ എസ് ഇൻറ്റു cos 2tയുടെ 1/s² പ്ലസ് 4. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ f of t equal to 2 0 less than t less than 1 t²/2 1 less than t less than π/2 cos t greater than π/2. ഇവിടെ 3 ആയിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം, ആ 3 ഫംഗ്ഷൻസിനും യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് എഴുതണം. അങ്ങനെ അങ്ങ് പിടിച്ചിട്ട് അപ്പം എഫ് ഓഫ് ടി ഈക്വൽ ടു എന്തെന്ന് വരും 2 ഇൻറ്റു യു ഓഫ് ടി മൈനസ് 0 മൈനസ് യു ഓഫ് ടി മൈനസ് 1 പ്ലസ് t²/2 ഇൻറ്റു യു ഓഫ് ടി മൈനസ് 1 മൈനസ് യു ഓഫ് ടി മൈനസ് π/2 പ്ലസ് കോസ് ടി ഇൻറ്റു യു ഓഫ് ടി മൈനസ് π/2. ഇതിൻ്റെ ലോവർ ലിമിറ്റ് മൈനസ് അപ്പർ ലിമിറ്റ്, ലോവർ ലിമിറ്റ് മൈനസ് അപ്പർ ലിമിറ്റ്. ഇവിടെ ആര് മാത്രമേ ഉള്ളൂ ടി ഗ്രേറ്റർ ദാൻ π/2. അപ്പോൾ യു ഓഫ് ടി മൈനസ് π/2. ഇനി യു ഓഫ് ടി മൈനസ് 0 എന്ന് പറയുന്നത് എന്താവും 1 ആവും. എന്നിട്ട് അത് എന്ത് ചെയ്ത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് എല്ലാം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് എഴുതി. ഓക്കെ, ദെൻ എൽ ഓഫ് ഇനി ഓരോന്ന് സെപ്പറേറ്റ് എടുത്ത് ചെയ്യാം. അപ്പോൾ ഇവിടെ എത്ര എണ്ണം ചെയ്യാനുണ്ട്, 3 എണ്ണം ചെയ്യാനുണ്ട്. അപ്പം എൽ ഓഫ് എന്ത് വരും ഫസ്റ്റിലെത്തത് എൽ ഓഫ് 2 ഇൻറ്റു 1 മൈനസ് യു ഓഫ് ടി മൈനസ് 1. ഓക്കെ, ദറ്റ് ഈസ് ഇക്വൽ ടു 2 ഇൻറ്റു എൽ ഓഫ് 1 മൈനസ് യു ഓഫ് ടി മൈനസ് 1 ദറ്റ് ഈസ് 2 ഇൻറ്റു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പം എൽ ഓഫ് 1 മൈനസ് എൽ ഓഫ് യു ഇൻറ്റു യു ഓഫ് ടി മൈനസ് 1 ദറ്റ് ഈസ് ഇക്വൽ ടു 2 ഇൻറ്റു എൽ ഓഫ് 1 ഈസ് 1/s മൈനസ് ഈ എൽ ഓഫ് യു ഓഫ് ടി മൈനസ് 1 എന്ന് പറഞ്ഞാൽ എന്ത് വരും എൽ ഓഫ് യു ഓഫ് ടി മൈനസ് 1 എന്ന് പറഞ്ഞാൽ എന്താവും ഇവിടെ ഫംഗ്ഷൻ ആരാ 1 അപ്പം ടി ഇ റേസ് ടു മൈനസ് എ എസ്. അപ്പം ഇ റേസ് ടു മൈനസ് എസ് ഇൻറ്റു എ എസ് എ എന്ന് പറയുന്നത് 0. അപ്പം ഇ റേസ് ടു മൈനസ് എസ് ഇൻറ്റു എന്താ ഇവിടുത്തെ ഫംഗ്ഷൻ ആരാ 1. അപ്പം എൽ ഓഫ് 1 ദറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 1/s മൈനസ് ഇ റേസ് ടു മൈനസ് എസ് ഇൻറ്റു എൽ ഓഫ് 1 ഈസ് 1/s സെയിം ഡിനോമിനേറ്റർ. അപ്പോൾ എന്തെന്ന് എഴുതാൻ പറ്റും 2 ഇൻറ്റു 1 മൈനസ് ഇ റേസ് ടു മൈനസ് s/s. ഇനി അടുത്ത ആരെ ഫൈൻഡ് ചെയ്യണം നമുക്ക് എൽ ഓഫ് t²/2 ഇൻറ്റു യു ഓഫ് ടി മൈനസ് 1. ഇവിടുത്തെ 1/2 കോൺസ്റ്റൻറ്റ് ഔട്ട് സൈഡ് എടുക്കാം. ഇവിടെ യു ഓഫ് ടി മൈനസ് 1 അപ്പോൾ ഇവിടെ ടി ഉള്ളൂ. അപ്പോൾ ഇവിടെ എന്ത് വരണം ടി മൈനസ് 1 വരണം. അപ്പോൾ ഒരു -1 കൊടുത്ത് +1 കൊടുത്തു. അപ്പോൾ ടി മൈനസ് 1 + 1 ഹോൾ സ്ക്വയർ. അപ്പം എ മൈനസ് ഇവിടെ ഇനി നമ്മൾ ടി മൈനസ് 1 + 1 അപ്പം അത് എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ വെച്ചിട്ട് എക്സ്പാൻഡ് ചെയ്യണം. എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ വെച്ച് എക്സ്പാൻഡ് ചെയ്തിട്ട് ഇത് യു ഓഫ് ടി മൈനസ് 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിക്കുക. എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ആകുമ്പോൾ a² ടി മൈനസ് 1 ദ ഹോൾ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു ടി മൈനസ് 1 ഇൻറ്റു 1 പ്ലസ് 1 സ്ക്വയർ. അപ്പം ഇത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പം ടി മൈനസ് 1 ദ ഹോൾ സ്ക്വയർ ഇൻറ്റു യു ഓഫ് ടി മൈനസ് 1 പ്ലസ് 2 ഇൻറ്റു ടി മൈനസ് 1 ഇൻറ്റു യു ഓഫ് ടി മൈനസ് 1 പ്ലസ് യു ഓഫ് ടി മൈനസ് 1 എന്നിട്ട് എന്തെടുത്ത് ലാപ്ലാസ് എടുത്ത് എല്ലായിടത്തും. അപ്പോൾ 1/2 ഇൻറ്റു
എന്ത് വരും എൽ ഓഫ് ടി മൈനസ് വൺ ദ ഹോൾ സ്ക്വയർ ഇൻറ്റു യു ഓഫ് ടി മൈനസ് വൺ പ്ലസ് 2 ഇൻറ്റു എൽ ഓഫ് ടി മൈനസ് വൺ ഇൻറ്റു യു ഓഫ് ടി മൈനസ് വൺ പ്ലസ് എൽ ഓഫ് യു ഓഫ് ടി മൈനസ് വൺ ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു എൽ ഓഫ് ടി മൈനസ് വൺ ദ ഹോൾ സ്ക്വയർ ഇൻറ്റു യു ഓഫ് ടി മൈനസ് വൺ ആകുമ്പോൾ എന്താ വരും ഇ റൈസ്ഡ് മൈനസ് എ എസ് ഹിയർ എ ഈസ് 1 അപ്പം ഇ റൈസ്ഡ് മൈനസ് എസ് ഇൻറ്റു എൽ ഓഫ് ടി സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു ഇവിടെയും ഇ റൈസ്ഡ് മൈനസ് എസ് ഇൻറ്റു ഇവിടുത്തെ ഫംഗ്ഷൻ ആരാ ടി ഉള്ളൂ അപ്പം എൽ ഓഫ് ടി പ്ലസ് ഇ റൈസ്ഡ് മൈനസ് എസ് ഇൻറ്റു എൽ ഓഫ് 1 that is equal to e raised to minus s into s square by e raised to minus s into 2 by s cube plus 2 into e raised to minus s into 1 by s square e raised to s into 1 by s. അപ്പോൾ നിങ്ങളിവിടെ ചെയ്യുമ്പം ഇവിടെ യു ഓഫ് ടി മൈനസ് വൺ ആണെങ്കിൽ ആ ഫംഗ്ഷനിലും എന്ത് കൊണ്ടുവരിക ടി മൈനസ് വൺ കൊണ്ടുവരിക. അതിനുവേണ്ടി നമ്മളൊരു മൈനസ് വൺ ആഡ് ചെയ്യുകയും ചെയ്തു സബ്ട്രാക്റ്റുകയും ചെയ്തു. ഓക്കെ, എന്നിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഇത് നിങ്ങൾക്ക് ഇൻവേഴ്സ് ലാപ്ലേസ് എടുക്കുന്നത് മനസ്സിലായില്ലേ ഇ റൈസ്ഡ് മൈനസ് എ എസ് ഇൻറ്റു ആ ടി മൈനസ് എ മാറ്റിയിട്ട് അവിടെ വരുന്ന ഫംഗ്ഷൻ അങ്ങ് എടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഇ റൈസ്ഡ് മൈനസ് എസ് ബൈ 2 ഇൻറ്റു 1 ബൈ എസ് ക്യൂബ് പ്ലസ് 2 ബൈ എസ് സ്ക്വയർ പ്ലസ് 1 ബൈ എസ്. അടുത്തത് എൽ ഓഫ് ടി സ്ക്വയർ ബൈ 2 ഇൻറ്റു യു ഓഫ് ടി മൈനസ് പൈ ബൈ 2. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തു അതുപോലെ തന്നെ വരും. നേരത്തെ ടി മൈനസ് 1 ആയിരുന്നു, ഇവിടെ ടി മൈനസ് പൈ ബൈ 2 വന്നു. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു മൈനസ് പൈ ബൈ 2 മൈനസ് പൈ ബൈ 2 ഒരു പ്ലസ് പൈ ബൈ 2 കൊടുക്കണം. എന്നിട്ട് നേരത്തെ പോലെ തന്നെ എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ വെച്ചിട്ട് എക്സ്പാൻഡ് ചെയ്യണം. എന്നിട്ട് ഇവിടെ വരുമ്പം എന്ത് വരും ടി മൈനസ് പൈ ബൈ 2 ഇൻറ്റു യു ഓഫ് ടി മൈനസ് പൈ ബൈ 2 എന്ന് വരുന്നത്. ടി മൈനസ് പൈ ബൈ 2 നമ്മൾ ഇ റൈസ് ടു മൈനസ് പൈ ബൈ 2 എസ് ഇൻറ്റു എൽ ഓഫ് ടി സ്ക്വയർ സെയിം ആസ് എന്താ യു എൽ ഓഫ് ടി സ്ക്വയർ ബൈ 2 ഇൻറ്റു യു ഓഫ് ടി മൈനസ് 1. ഓക്കെ, അതുപോലെ തന്നെ ചെയ്യുക. ഇനി അടുത്ത് നമുക്കിവിടെ ഫൈൻഡ് ചെയ്യാനുള്ളത് ആരാ എൽ ഓഫ് കോസ് ടി ഇൻറ്റു യു ഓഫ് ടി മൈനസ് പൈ ബൈ 2. അപ്പോൾ ഇവിടെ എന്ത് വന്നിട്ടുണ്ട് ടി മൈനസ് പൈ ബൈ 2. അപ്പോൾ ടി മൈനസ് പൈ ബൈ 2 ഉണ്ടെങ്കിൽ നമ്മൾ ഇവിടെ എന്ത് കൊടുക്കണം, ഒരു മൈനസ് പൈ ബൈ 2 കൊടുക്കണം. അപ്പോൾ എന്ത് കൊടുത്ത് മൈനസ് പൈ ബൈ 2 കൊടുത്ത് ഒരു പ്ലസ് പൈ ബൈ 2 ആഡ് ചെയ്ത് അപ്പം യു ഓഫ് കോസ് ഓഫ് ടി മൈനസ് പൈ ബൈ 2 പ്ലസ് പൈ ബൈ 2 ഇൻറ്റു യു ഓഫ് ടി മൈനസ് പൈ ബൈ 2. അപ്പം കോസ് ഓഫ് ടി ഇതെന്താ ഇതെടുത്ത് കോസ് ഓഫ് ടി മൈനസ് പൈ ബൈ 2 പ്ലസ് പൈ ബൈ 2 അല്ലെ. ഓക്കെ, ഇൻറ്റു യു ഓഫ് ടി മൈനസ് പൈ ബൈ 2. ഇതൊന്നുകിൽ കോസ് ഓഫ് 90 പ്ലസ് തീറ്റ എന്താ മൈനസ് സൈൻ തീറ്റ വരും. അപ്പം മൈനസ് സൈൻ ടി മൈനസ് പൈ ബൈ 2 ഇൻറ്റു യു ഓഫ് ടി മൈനസ് പൈ ബൈ 2. അതിൻ്റെ എടുക്കം എന്ത് വരും മൈനസ് ഇ റൈസ് ടു മൈനസ് പൈ ബൈ 2 എസ് ഇൻറ്റു എൽ ഓഫ് സൈൻ ടി. അപ്പം ഇ റൈസ് ടു മൈനസ് പൈ ബൈ 2 ഇൻറ്റു എൽ ഓഫ് സൈൻ ടി എന്ന് പറഞ്ഞാൽ 1 ബൈ എസ് സ്ക്വയർ പ്ലസ് 1. എന്നിട്ട് എന്ത് ചെയ്യണം 3-4 എണ്ണം ഉണ്ടായിരുന്നു, അത് ഇത്രയും കൂടെ എന്ത് ചെയ്ത് എഴുതണം ആഡ് ചെയ്ത് എഴുതണം. ഓക്കെ.